ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാലോ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ ഉണ്ടെന്നറിയാം. ഇത് സിമ്പിളെല്ലാം കേട്ടോ, അധികമൊന്നുമില്ല, മീൻകറി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, ഞങ്ങൾ കൊല്ലത്തൊക്കെ പരിപ്പേറി വയ്ക്കുമ്പോൾ അരച്ച് പരിപ്പേറി വയ്ക്കും, തേങ്ങയൊക്കെ അരച്ച് വെച്ച ഒരു പരിപ്പ്. ഇത് എന്ന് വെച്ചാൽ ചെറുപയർ വറുത്ത് പൊടിച്ച് നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന സൈസ് പരിപ്പാണേ. അത് കഴിഞ്ഞിട്ട് തന്നെ ചോറ്, ഇത് ചമ്മന്തി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചമ്മന്തി ഈ വെള്ളം ഉണ്ടല്ലോ, അരച്ച് മിക്സി കഴുകിയ വെള്ളമാണ്. അതെനിക്ക് ചോറിൻ്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അമ്മ കല്ലിലൊക്കെ അരയ്ക്കുമ്പോൾ ഈ കല്ലിലങ്ങ എല്ലാവർക്കും ഓർമ്മയുള്ളവരൊന്ന് പറയണേ കേട്ടോ. ഈ അരയ്ക്കുന്ന വെള്ളത്തിന് വേണ്ടി ഭയങ്കര നിൽക്കും. അപ്പോൾ അരച്ചിട്ട് കല്ല് കഴുകിയ വെള്ളം ഒഴിച്ച് ചോറ് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാനത് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ മിക്സി ആയതുകൊണ്ട് മിക്സി കഴുകി ഞാൻ വെച്ചേക്കുന്നത്. ഇപ്പം നല്ല മാങ്ങ അരച്ച ചമ്മന്തി ഉണ്ട്. പിന്നെ ഇത് മുരിങ്ങയില തോരനാണ്. ഇത് ബീൻസ് തോരൻ, ബീൻസ് പയറുണ്ടല്ലോ ആ തോരൻ. പിന്നെ ഇത് സലാഡ്. പിന്നെ പരിപ്പുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വേണമല്ലോ, പപ്പടം. പപ്പടം അധികം കഴിക്കാറില്ല. പിന്നെ ഇതണ്ടേ ഈ ഒരു പരിപ്പ് വറുത്തത് കൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഇത് കഴിക്കാത്തവരും കാണും, കഴിക്കുന്നവരും കാണും. ഇത് പോർക്കാണേ. അത് എനിക്ക് എത്ര പിടിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ചമ്മന്തിയൊക്കെ ആക്കിയേക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നമുക്ക് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഒരു പോർക്കും അതിൻ്റെ കൂടി കുറച്ചായിട്ട് മസാല മാത്രം ഇട്ടുള്ള. എന്തൊരു മസാല എന്ന് വെച്ചാൽ, ഞാൻ ഒരു ഗരം മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗരം മസാല മാത്രം, മുളക് പൊടിയും മറ്റ് സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ആ പൊടി മാത്രം ഇട്ടുള്ളൊരു പെരട്ടാണിത്. അപ്പോൾ നമുക്ക് ഉണ്ണാനുള്ള തയ്യാറെടുപ്പ് എടുക്കാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഊണ്? എല്ലാവരും ഇതേപോലെ എന്തൊക്കെയുണ്ട് ഇത്രയും ഉണ്ടായാലും ഇല്ലേലും, ഇതിപ്പോൾ സാധാരണ എല്ലാ ദിവസവും ഈ 2 തോരൻ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ 2 തോരൻ വെച്ച്. വേറെ ഒന്നുമില്ല, വെറും ഒരു പരിപ്പും വെച്ച് ചമ്മന്തിയും പിന്നെ സാദാ ചോറ്. ഞങ്ങൾക്ക് 2 പേർക്കും ഇത് മതി. അതുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത്. ഓക്കെ, പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിക്കാൻ സമയമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇനി ഹാപ്പി വിഷു ആകുമ്പം ഇനി അടുത്ത ദിവസമൊന്നും ഒന്നും മീനും ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ഇനി വിഷു കഴിഞ്ഞിട്ടേ ഇനി മീനിവിടെ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി വിഷു പറയുന്നു. എൻ്റെ ഈ ചെറിയ വിഭവം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്കോ ഒക്കെ തരണം. ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഊണല്ലേ അല്ലേ. ഒരു ലൈക്കെങ്കിലും തരിക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയില്ലേ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ തൈരാണേ. ലാസ്റ്റ് തൈരും കൂടെ കഴിക്കണം. പിന്നെ ഉണ്ടായിരുന്നൊരു വിഭവം കൂടെ, പിന്നെ അച്ചാർ. ഞാനിപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങയൊക്കെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. ആ അച്ചാറും കൂടെ ചേരും കേട്ടോ. അതും കൂടെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. ഓക്കെ.